എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് ടിബറ്റിലെ യാർലിംഗ് സാങ്പോ അഥവാ നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ താഴത്തെ തടത്തിൽ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ അണക്കെട്ടിന് 3 ഗോർജസ് ഡാമിനേക്കാൾ 3 ഇരട്ടിയിലധികം ശേഷിയുണ്ടാകും. അതായത് ഏകദേശം 60 ജിഗാവാട്ട് 60,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള രാക്ഷസ നിർമ്മിതി. ഈ കണക്കിൽ തന്നെയുള്ള ചൈനയുടെ ആർത്തിയും ഗൂഢലക്ഷ്യങ്ങളും ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് അരുണാചൽ പ്രദേശിലൂടെയും അസമിലൂടെയും ഒഴുകിപ്പോയി ബംഗ്ലാദേശിലേക്ക് പോകുന്ന ബ്രഹ്മപുത്ര നദി വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ കുടിവെള്ളത്തിന്റെയും കൃഷിയുടെയും പ്രധാന ജലധാരയാണ്. ഈ നദിയിലെ സ്വാഭാവിക ജലയൊഴുക്ക് നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് സാധിച്ചാൽ എന്ത് സംഭവിക്കും? പ്രതിരോധ പരിസ്ഥിതി വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് അതീവ ഭയപ്പെടുത്തുന്നതാണ്. ഡാമിന്റെ ജലനിയന്ത്രണം പൂർണ്ണമായും ചൈനയുടെ കയ്യിലാകും. ഭാവിയിൽ ഇന്ത്യയുമായി ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു കടുത്ത നയതന്ത്ര നീക്കങ്ങളോ ഉണ്ടായാൽ ചൈനയ്ക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ ഇന്ത്യയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് അവർക്ക് പൂർണ്ണമായി തടയാം. ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കടുത്ത വരൾച്ചയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടും. എന്നാൽ ഇതിനേക്കാൾ ഭീമാകാരമാണ് രണ്ടാമത്തെ വഴി. ഈ ഭീമൻ അണക്കെട്ടിൽ സംഭരിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ വെള്ളം യുദ്ധകാലത്ത് ചൈന ഒന്നിച്ചെന്ന് തുറന്നുവിട്ടാൽ എന്ത് സംഭവിക്കും? അരുണാചൽ പ്രദേശും അസമും മിനിറ്റുകൾക്കകം വെള്ളത്തിനടിയിലാകും. മനുഷ്യനിർമ്മിതിയായ ഒരു മഹാപ്രളയം സൃഷ്ടിച്ച് വടക്ക് കിഴക്കൻ ഇന്ത്യയെ തകർക്കാൻ ചൈന പ്രയോഗിക്കുന്ന ഒരു ഹൈഡ്രോളജിക്കൽ വെപ്പണാണ് അല്ലെങ്കിൽ അഥവാ ജലായുധമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ വാട്ടർ ബോംബ് എന്നാണ് വിളിക്കേണ്ടത്. ഈ പദ്ധതി കേവലം ഒരു യുദ്ധതന്ത്രം മാത്രമല്ല, ഭൂമിക്ക് നേരെയുള്ളൊരു കടുത്ത വെല്ലുവിളി കൂടിയാണ്. അതീവ പരിസ്ഥിതിലോലമായ ഭൂകമ്പ സാധ്യതയേറിയ ഹിമാലയൻ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് തൊട്ടുമുകളിലാണ് ചൈന ഈ കൂറ്റൻ കോൺക്രീറ്റ് മല നിർമ്മിക്കുന്നത്.